അടിച്ചിട്ടുണ്ട്. ഭാഗ്യം നമുക്ക് ഉണ്ടോ നോക്കട്ടെ. കരക്കത്തിട്ടുണ്ടെങ്കിലേ ഭാഗ്യം ഉണ്ടെന്ന് പറയാമെങ്കിൽ. അടിപൊളി കിടക്കേ പൊളി. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ സ്വാഗതം പറഞ്ഞത് സ്വാഗതം ബൈക്ക് പോകുന്നല്ലേ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിന്ന് പരിപാടി എന്ന് വെച്ചാൽ ഇരിട്ടി ഇക്കോ പാർക്കിലേക്ക് പോകേണ്ട പരിപാടിയാണ്. പോകേണ്ട പരിപാടിയല്ലേ, പാർക്കിലെത്തിയിട്ടാണ് ഇൻട്രോ പറയുന്നത്. ആദ്യമേ പറഞ്ഞിട്ടില്ല. സുമജി പോകാന്നെല്ലാം പറഞ്ഞിട്ട് ഇതായി. അതിൻ്റെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ലേനു. അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരേണ്ട, വീട് എത്തിയിട്ട് പറയാൻ വെച്ചു. അപ്പോൾ നമുക്കെന്നാൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം. വരുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാം. പോവാ നേരെ പോയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. ചങ്ങായിമാരെ, ഇതാണ് നമ്മളെ അടുത്തൊരു സുഹൃത്ത് പുരുഷുവേട്ടൻ്റെ വീട് കേട്ടോ. ഒരു ഓട്ടോൻ്റെ സ്പെയർ പാർട്ട് ഷോപ്പെല്ലാം നടത്തുന്നതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് കാണാം ഓരോ ഷോപ്പെല്ലാം. സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അവരപ്പോൾ പുതിയ വീടെടുത്ത് അതിന് ശേഷം ഇതാണ് അവരെ പുതിയ വീട്. ഇത് പ്രഗതിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSCൻ്റെ കോച്ചിങ് ആണെന്ന് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. അവർ അവിടെ പഠിക്കുന്ന കുട്ടിയൊക്കെ നിൽക്കാൻ വേണ്ടി കൊടുക്കലാണ് ഈ വീട്. എങ്ങനെയുണ്ട് വീടെല്ലാം? അടിപൊളിയല്ലേ? അങ്ങനെയാണ്. ചങ്ങായിമാരെ, ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം പെരുമ്പറമ്പ്. നല്ല അടിപൊളി സ്ഥലം. ആഹാ, പുഴ, മഴക്കാറ്, നമ്മളെ മിക്കവാറും മഴ കൊള്ളു. ഓ,
കളിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കളിച്ചോ, ഒന്നും നോക്കണ്ട. ചങ്ങായിമാരെ ഇരിട്ടി ഇക്കോ പാർക്ക് കേട്ടോ, പെരുമ്പറമ്പ്. ചങ്ങായിമാരെ ഇക്കോ പാർക്കിന്റെ ഉള്ളിലുള്ള കേട്ടാ. ഇവിടെ മഴക്കാറായോണ്ട് ആൾക്കാരേ ഇല്ല, തീരെ ആളില്ല. ഒരു ആനേനെ കച്ചവടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടോ, ആനയും ആനക്കുട്ടിയും. ചങ്ങായിമാരെ നല്ല വൈബുള്ള സ്ഥലം കേട്ടാ. ഈ പാർക്കിൽ പറ്റുന്നവരെല്ലാം വരണം കേട്ടോ. പക്ഷെ ഇന്ന് മഴയായി പോയോണ്ട് ആരും ഇല്ലാതെ. ഇവിടെ മൊത്തം കമിതാക്കളെ അതിപ്രസരാന്നാ പറയുന്നത് കേൾക്കുന്നത്. നല്ല രസമുണ്ട്, ഇതാ നോക്കിയാ. മഴക്കാറ വരുന്നോണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു ഇതുണ്ട്. ചങ്ങായിമാരെ ഊഞ്ഞാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടാ. നല്ല രസമില്ല, നോക്കിയാ ഊഞ്ഞാലാടുന്ന സ്ഥലവും. ആംഫി തിയേറ്റർ പോലും കേട്ടോ ചങ്ങായിമാരെ. അതിൻ്റെ മുന്നിൽ നമുക്ക് പോവാം. ചങ്ങായിമാരെ ഇതിൻ്റെ അകത്ത് ഒരു കൊമ്പൻ സ്രാവുണ്ട് കേട്ടോ. ആ സ്രാവിനെ കാണുന്നവർ കമൻറ്റ് ചെയ്യണേ. സ്രാവിനെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. ചങ്ങായിമാരെ ഈ പുഴക്കരക്കാന്ന്, ഈ പുഴേൻ്റെ പേരെന്നോ? ഇരിട്ടി പുഴേൻ്റെ തീരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മുളങ്കാടും ഉണ്ട്. നല്ലതാ, ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ സ്ഥലം കേട്ടോ. പക്ഷെ നമ്മൾ വൈകുന്നേരമായിപ്പോൾ ഇനി എത്തുമ്പോൾ, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. നല്ല ലൈറ്റുള്ള സമയമാണെങ്കിൽ ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാകും കാണാൻ. ചങ്ങായിമാരെ ഇവൻ നമ്മളെയും കൊണ്ട് എവിടെയോ വെറൈറ്റി സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നെയാ. എന്നാ നമുക്ക് നോക്കാം, എന്തോ കണ്ടുപിടിക്കാനുള്ള പോക്കാന്ന് ഇതൊക്കെ. ഇവിടെ നല്ല രസമാട്ടാ. പുഴയും കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ വർത്താനം പറയാം. ചങ്ങായിമാരെ ഇത് കണ്ടോ ഊഞ്ഞാല്. ഇതിൻ്റെ അകത്ത് ഊഞ്ഞാല് കൊണ്ടുള്ള ഏറ് കളിയാണ്. 2 മരം അടുത്ത് കണ്ടിട്ടുണ്ട് ഇവരൊരു ഊഞ്ഞാലാടി ഇട്ടിരിക്കും കണ്ടാ. സെറ്റാണ്, ആടി മരിക്കുകയായിരുന്നു ഊഞ്ഞാൽ. നല്ലതാ ബാക്ക്ഗ്രൗണ്ട്. ചങ്ങായിമാരെ നിങ്ങൾ ക്യാമറയിൽ ഇത് വീഡിയോ കാണുമ്പോൾ എത്ര രസം ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് ഡയറക്റ്റ് കാണാൻ ഒരു രസം തന്നെ കേട്ടാ. എൻ്റെ മോനെ, ഓ പൊളി, എന്നാ രസോ, വേറെ ലെവലാണ്. ഒരു ടവറും ഉണ്ട്. ചങ്ങായിമാരെ നമ്മൾ ഈ ഇരിട്ടി പാർക്കിലെല്ലാം കുറേ നടന്നു കേട്ടാ. അപ്പം നമുക്കിവിടെ ഭയങ്കര ഒരു വളരെ മോശമായിട്ട് തോന്നിയൊരു സംഗതി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇനിയെങ്കിലും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അധികൃതർ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് അതായത് സ്ഥലം പിന്നെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുപോലുള്ള പുഴയും കടലും ഇതൊക്കെ മലിനമാക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളാണ്. അപ്പോൾ ഇനിയുള്ള ആൾക്കാർക്കും വരുമ്പോൾ നല്ല വൃത്തിക്കും വെടിപ്പിലൊക്കെ ഇത് കാണണ്ടെങ്കിലും ആസ്വദിക്കണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പുഴേൻ്റെ കരക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കുടിച്ചിട്ട്. നമ്മളെപ്പോലുള്ളവരാണ് ഇതുപോലെ വരുമ്പോൾ ഇത് ചെയ്യുന്നു. കംപ്ലീറ്റ് കുപ്പിയാണ്. അത്ര മനോഹരമായ പുഴയാണ്. ഈ കുപ്പിയെല്ലാം അതിൻ്റെ അകത്ത് പോയി നിന്നാൽ അതൊരിക്കലും അത് നശിക്കാണ്ട് അങ്ങനെ നിൽക്കുകയ്യ. അത് മീനുകൾക്കും എല്ലാം നാശമാണ്. പരിസ്ഥിതിക്ക് തന്നെ ഇതൊരു എന്താ പറയുക മോശമായ കാര്യമാണ്.
ചങ്ങായിമാരെ സുമോജി ആ കർമ്മ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുപ്പിയെല്ലാം അടുപ്പിച്ച് വെക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ആളില്ലാതുകൊണ്ട് ഞാനതിന് നിൽക്കുന്നില്ല. സുമോജെല്ലാം കുപ്പി അടുപ്പിച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പൊറുക്കിയിട്ട് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടിടും കേട്ടോ. നോക്കി അത്രയാ കുപ്പി. ഈ ചെറിയൊരു സ്ഥലത്ത് തന്നെ ഇതാ ഇത്രയും കുപ്പി കിട്ടി. പ്ലാസ്റ്റിക് കവറ് ഇതൊന്നും ദ്രവിക്കൂല. മണ്ണിൻ്റെ എന്നതിന് പറയാടാ ഘടനക്കെല്ലാം ഭയങ്കര ദോഷമാണ്. പരിസ്ഥിതിക്ക് ഒരു പുല്ല് വരെ മുളക്കൂല പ്ലാസ്റ്റിക് വീണാൽ. പിന്നെ പറയാ വരി അങ്ങടാ വൈബ് കേട്ടോ. എനിക്കെങ്കിലും പറ്റുന്നവരിവിടെ വരണം കേട്ടോ. ഇവിടെ വന്ന കുറേ കാഴ്ചകൾ കാണാൻ എൻ്റെ ഇഷ്ടം പോലെ കാഴ്ചകൾ. ചങ്ങായിമാരെ പുഴേൻ്റെ കരയെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിതാ പിന്നെയും പാർക്കിലേക്ക് കയറുന്നുണ്ട്. അവിടെ ഊഞ്ഞാലുണ്ടേ. നേരത്തെ ഇവനാ ആടീനി. ഇനിയിപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഏതായാലും ഒരു ബൈക്ക് പോകുന്നില്ലേ. ചങ്ങായിമാരെ പണിയാന്ന് കയറി ഇരുന്നാൽ പിന്നെ താണ് കേട്ടോ. അതാണ് ആട്ടാൻ ആളില്ല. അയ്യോ പൊളി. അടിപൊളി. അപ്പൊ ചങ്ങായി പറയാം നമ്മൾ ഊഞ്ഞാലിൽ അടി കേട്ടാ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. നെക്സ്റ്റ് ലൊക്കേഷൻ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഏതോ ഒരു സ്ഥലം ഉണ്ടല്ലോ അടുത്തേക്ക്. ആടെയും കൂടി പോയിട്ട് അതും കൂടി നമുക്ക് കാണാമല്ലോ. ഓക്കെ സമയത്തിലായി, സമയം ഒരുപാടായി. ഇതാണ് കേട്ടോ ചങ്ങായിമാർ നേരത്തെ പറഞ്ഞ ആംഫി തിയേറ്റർ. ഫുള്ള് മരയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇവരത് സെറ്റാക്കിയിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാ നേരത്തെ വന്ന മഴയിൽ എവിടെയോ പോയി കേട്ടോ. മഴ പെയ്തിട്ടില്ല. മഴ കണ്ടോണ്ടാണ് കുറേ ആൾക്കാർ വരാണ്ട് നിന്നെ അല്ലേ. ഇനി നമ്മൾ ഇറങ്ങാൻ പോക്കാട്ടോ. അതാ ചങ്ങായിമാരെ ഇവിടുത്തെ ആനേൻ്റെ ഇത് കണ്ടോ. നല്ല രസമില്ല കാണേ. ആനയും ആനേൻ്റെ കുട്ടിയും വേറെ ഉണ്ട് കേട്ടോ. അവിടെ വേഴാമ്പലുണ്ട്, ഇവിടെ കൊച്ചയുണ്ട്, അവിടെ താറാവുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവർക്കും ആടാൻ വേണ്ടി ഊഞ്ഞാൽ, പ്രാവ്, ആമ എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ വേഴാമ്പല്, ആമ. ചങ്ങായിമാരെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ വീട്, അവിടുത്തെ പുരുഷോട്ടൻ്റെ ഷോപ്പുണ്ട് ഇടാം, സ്പെയർ പാർട്സിൻ്റെ. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ എന്നാൽ പെരുമ്പറമ്പ് റോഡാണ്. പെരുമ്പറമ്പ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. സ്പെയർ പാർട്സ് ഷോപ്പ് ഉണ്ട് ഇടാം. എല്ലാ വണ്ടീൻ്റെ ഉണ്ടോ അടുക്കട്ടെ. നമുക്ക് പുരുഷോട്ടനോട് ചോദിച്ചു നോക്കാം എന്തെല്ലാം. ഇതാണ് അവരുടെ ഷോപ്പ്. പുരുഷോട്ടൻ എന്തെങ്കിലും ഏതെല്ലാം വണ്ടീൻ്റെ ഉള്ള 3 വീലർ ഓട്ടോറിക്ഷൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബജാജ് ഉണ്ട്, ബജാജ് മാക്സിമം ഉണ്ട്, മാക്സിമം സെറ്റ് ഉണ്ട്, പിന്നെ
അപ്പ വണ്ടി ഉണ്ട്, അൽഫ വണ്ടി, എല്ലാത്തിനും സ്പെയർ പാർട്സ്, എല്ലാം ഉണ്ട്. എല്ലാത്തിനും വർക്ക്. ഇവിടെ തുടങ്ങിയിട്ട് എത്ര മാസമായി? ഇപ്പൊ ഇവിടെ തുടങ്ങി ഇപ്പൊ 1 മാസം കിട്ടിയുള്ളൂ. 1 മാസമായിട്ട്. കച്ചവടം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നല്ല ഒരു ഇതില്ല, നല്ല അന്തരീക്ഷം, നല്ല കച്ചവടം, നല്ല സ്ഥലങ്ങൾ, അടിപൊളി. ഒരു ഇതുമില്ല. അപ്പൊ അറിയാതെ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി കേട്ടാ. പാർട്സ് കംപ്ലീറ്റ് എല്ലാം, എല്ലാ പാർട്സും ഉണ്ട്. ഒരു പ്രശ്നം വിലക്കുറവിൽ പാർട്സ് ലഭിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഫിറ്റർ ഉണ്ടല്ലേ, വേണമെങ്കിൽ പണിയെടുപ്പിക്കാൻ. 2 ഫിറ്റർമാരുണ്ട്. ഈ സമയത്ത് റെഡിയാണ്. അതെ. അപ്പോൾ അറിയാത്തവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ രാത്രിയിൽ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ റെഡിയാകും തരാൻ, സാധനം തരാൻ. വീട് അടുത്താണല്ലോ വീട്. അതുകൊണ്ട് സാധനത്ത് കൊടുക്കാനോ സ്പെയർ പാർട്സ് എടുത്ത് കൊടുക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല. അതെ. അപ്പോൾ പുരുഷേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ചങ്ങായിമാരെ, നമ്മളിത് വരുന്ന വഴിക്ക് തന്തോട് പാലത്തിൻ്റെ അടിയിൽ പഴശ്ശി പഴയത്തിൻ്റെ റിസർവയർ. അതായത് പഴശ്ശിയിനകത്ത് പിന്നെ ഡാമിൽ വെള്ളം അധികമായിട്ടാകുമ്പോൾ ഇവിടെയാണ് സംഭരിച്ച് വെക്കുക അല്ലേ? നല്ല അതിമനോഹരമായ സ്ഥലം കേട്ടോ. ഇവിടെ വരുമ്പം തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. പോത്തുണ്ടോ? പശുവേ ഉള്ളൂ അല്ലേ? ആ, ഒരു പോത്തുണ്ടാടാ. ഞങ്ങൾക്കൊരു മീനിനെ കിട്ടിയേട്ടാ, ചൂണ്ടിയിട്ടിട്ട് അതിനെ നോക്കാൻ വേണ്ടി പോയ സുമോജി. ചങ്ങാറെ പിടക്കുന്നുണ്ടോ മീൻ? ഇപ്പം കിട്ടിയതാട്ടാ. ഇതൊന്ന് കഴിച്ചലിനെ പോലെ ഉണ്ടല്ലോ. ഇത് കഴിച്ചല്ല, വാഗയാ പോലും കേട്ടോ മീൻ. പിടപ്പിക്കടതിനാ. ആ, പിടപ്പല്ല ഏകദേശം നിന്ന്. ഇതാ ഇല്ല, അതിന് മുള്ളില്ല. പിന്നെയും അടിച്ചേട്ടാ മീന. പോയി നമുക്ക് വാങ്ങിയില്ല. കിട്ടി ഇതാ സംഭവം സെറ്റ്. വേറെ ലെവലിതാ. അതും പോയാ അടച്ചോനെ. ഇല്ല, പോയില്ല. അതൊന്നും അങ്ങനെ കിട്ടിയത് പോയി പോന്ന്. പേര്? നിങ്ങൾ കുറെ കാലമായി ഇത് ഇടുന്നു? അല്ല, എന്നാലും ഇത് ആദ്യമേ അറിയാനാ, പഠിക്കണ്ടേ ഇത്? അതെയാ? ആ, അടിച്ചിട്ടുണ്ട്. ഭാഗ്യം നമുക്ക് ഉണ്ടോ നോക്കട്ടെ. കരക്കത്തിട്ടുണ്ടെങ്കിലേ ഭാഗ്യം പറയാമെങ്കിൽ. അടിപൊളി കിടക്കേ. പൊളി. ആഹാ, സൂപ്പർ. വിട്ടുപോയിച്ചൊരു പണിയാ. അതെയാ? 3 കുടുങ്ങി. ഏട്ടൻ വീശി എറിഞ്ഞിട്ടുണ്ട്. എന്നതിന് പേര് ഞാൻ മനോജ് അല്ലേ? ഫോട്ടോഗ്രാഫി തന്നെയാ? എവിടുന്ന സ്റ്റുഡിയോ ഇട്ട് ചെയ്യുന്നല്ലേ? അതെയാ? കാര്യമായിട്ട് എന്തിൻ്റെ ചെയ്യുന്നത്? വെഡിങ്ങിൻ്റെ? വെഡിങ് അല്ലേ? ആ, അപ്പോൾ പുരുഷോട്ടൻ്റെ മോൻ്റെ നിങ്ങളെന്ത് ചെയ്തത്? അല്ല അല്ലേ? ഒരു ഫാമിലി ആയിട്ട് മീനെ പിടിക്കാൻ വന്നേട്ടാ. ഇതെന്നാ ഇതിൽ കറി വെക്കലാ? അല്ല, ഇത് കറി വെക്കാനാ വിൽക്കാനാ കറി വെക്കാനാ? എന്നാ ഇവള് പറയും. പറ ഇത് എനിക്ക് കറി വെക്കാൻ അറിയാ? അറിയില്ല? എത്രയല്ല പഠിക്കുന്നത്? +2 കഴിഞ്ഞ് കറി വെക്കാൻ അറിയില്ല? അമ്മ പഠിപ്പിച്ചു കൊടുക്കണേ. കിടക്കാൻ വേറെ ഒന്നും കിട്ടിയിട്ടുണ്ട്, നമുക്ക് അത് നോക്കാലോ. നോക്കണേ, കൈ കുടയുമ്പോ അത് ഇതാവും. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മക്കില്ല. അടുക്ക് എന്നാ പേരെന്നാ? പേര് പറ. ശ്രീനന്ദ. +2 81% മാർക്ക് ഉണ്ട്. എന്നിട്ട് ഓൾ എന്നോട് പറയാം എടുക്കണ്ട. നമ്മക്കല്ലതാ 50% വരെ മാർക്കില്ലേ? ഇത് ഏത് സ്കൂളിലാണ് പഠിച്ചേ? എടൂറാ? ഏതാ വിഷയനും? ഇനി എന്താ എടുക്കാൻ ആഗ്രഹം? BA ഇംഗ്ലീഷ്. ടീച്ചർ ആകാനെന്ന് തോന്നല്ലോ പരിപാടി അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ഭാവിയിൽ ടീച്ചർ ആവാൻ വേണ്ടിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന്റെ ഇപ്പുറത്തും കുറെ ആള് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കിട്ടുന്നുണ്ടോ മീനോ? കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ നിങ്ങൾക്ക് കിട്ടിയ മീൻ കൊടുത്തു? ആ, കാണിച്ച അപ്പുറം ഉള്ളേ കാണിച്ചാ. നീ എന്നാ ഡിമാൻഡ് ആക്കുന്നു? എന്റെ പേരെന്നാ? എന്നാണ് കാണിക്കാം? എടുത്തു. ഇതാ ഇത് വേറെ മീനല്ലേ? ഇതിന്റെ പേരെന്നാ മീനിന്റെ? പ്രാച്ചിയാ.
കാതെല്ലാം കുത്തിരി സൂപ്പറാണല്ലോ. അതുകൊണ്ട് കണ്ടിരിക്കും ചങ്ങായിമാരതാ ഇവരെല്ലാം. നിങ്ങളെല്ലാ ദിവസം വരുത്തുണ്ടോ മീൻ പിടിക്കാൻ? ഉണ്ടോ? എടുക്കാം കിട്ടിയിട്ട് എന്നയില് മീൻ എന്നയില് പൊരിക്കലോ കറി വെക്കലോ? അതെയോ, കറി വെക്കലില്ല. ഇതാരാ ഓറ മോനാ നീ? പിന്നെ കുടുംബ. അതെയാ, ചങ്ങായിമാരെ കുഞ്ഞുമക്കള് ചൂണ്ടിയിട്ടിട്ടുണ്ട്, മിക്കവാറും കിട്ടുന്ന വന്ന്. എടാ കിട്ടിയട്ടാ, നോട്ടെ കാണിച്ചാ. പിടക്കുന്ന മീനിനെ കണ്ടതാ, പിടക്കുന്നില്ല. എടുക്ക്, അതിനെ വെള്ളത്തിലിട്ടോ. പിടിച്ചത് ഇവറാട്ടാ, ഓറ് അപ്പാടെ അവൻ്റെ അടുത്ത് എടുത്തു കളഞ്ഞു ഇട്ടാ. അപ്പൊ ഓക്കെ, കാണാം. അടിപൊളി മീൻ പെടുത്താട്ടാ. നിങ്ങൾ ആദ്യമായിട്ട് പിടിക്കുന്നതാണെന്നൊന്നും പറയില്ല. 2 മീനെല്ലാം ഒറ്റയടിക്ക് അടിച്ചെടുത്തൂട്ടെ. അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ മാറേ ഇവിടുത്തെ വൈബെല്ലാം കണ്ടിട്ട് നമ്മളതാ തിരിച്ചു പോക്കാട്ടാ. ഇനി എവിടെയാണ് പോകുന്നു? നമുക്കിനി ഇടക്കാനത്തോട്ട് അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കുടിക്കും. ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടാ. മിക്കവാറും ചാർജ് ഉണ്ടാവില്ല തോന്നുന്നു, ബാറ്ററി ലോ ആയിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ എടുക്കാൻ തുടങ്ങിയല്ലേ. അപ്പൊ നേരെ വിടാം, ബായ്. ചങ്ങായിമാരെ ഈ സൈറ്റ് കണ്ടോ? നേരത്തെ നമ്മൾ എടക്കാനത്ത് പോകുന്ന പറഞ്ഞിട്ടില്ല വന്നത്. എടക്കാനത്ത് പോകാൻ പറ്റില്ല കേട്ടോ, മഴ പാറുന്നുണ്ട്. പിന്നെ നല്ല പണി കിട്ടുന്ന വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ കയറിയില്ല. എന്താ ബൈക്കാന്ന് അങ്ങേ സൈറ്റ് കണ്ടോ? നല്ല രസമില്ലേ കാണേ? ഏതാ രസം അതാ. ആ വണ്ടിയിൽ വരുന്ന ആൾ നിർത്തി നോക്കുന്നുണ്ട് കണ്ടോ? ഓ വേറെ ലെവൽ കേട്ടാ. ക്യാമറയിൽ എത്ര സ്റ്റൈലുണ്ടാവുന്ന എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണേ. പച്ചപ്പും പുഴയും വെള്ളവും ആയ ഇതെല്ലാമായിട്ട്. ചങ്ങായിമാരെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആയി പോയി കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ പറഞ്ഞില്ല ചാർജില്ല. ഇപ്പം വീട്ടിലെത്തി സുമോജാനീടെ ആക്കിയിട്ട് പോയി. മഴയെല്ലാം കൊണ്ട് ഫുള്ള് നനഞ്ഞിതായിപ്പോയി. ചെറിയ മഴയായിരുന്നു. നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാനെല്ലാം കയറി 6 വയസ്സിൽ മട്ടന്നൂർ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പകുതിയാകുമ്പോൾ തന്നെ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. ഹെൽമെറ്റെല്ലാം പുറത്ത് വെച്ചിരുന്നു, എല്ലാം നനഞ്ഞ് കുളിച്ച് ആ കാലാക്ക ഇതാണ്ട എല്ലാം ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി വീഡിയോ ആണ്. നല്ല പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. നല്ല രസമുള്ള മഴ തുടങ്ങുമ്പോഴത്തേക്കെല്ലാം പുല്ലെല്ലാം മുളച്ച് മൊത്തം പച്ച കളറായി. ഗ്രൗണ്ടിലെല്ലാം കണ്ടില്ലേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും, നാട്ടിലുള്ള നാടൻ വീഡിയോസ് വരും. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.